ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. ദക്ഷിണ കൊറിയൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ 15% താരിഫ് 25% ഉയർത്തുമെന്നാണ് ഭീഷണി. വ്യാപാര കരാർ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. യുഎസുമായി ദക്ഷിണ കൊറിയ നേരത്തെ ഉണ്ടാക്കിയ വ്യാപാര കരാർ പാലിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. നിലവിൽ 15% താരിഫ് 25% ഉയർത്തുമെന്നും ഇത് ഓട്ടോമൊബൈൽ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളെ ബാധിക്കുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ദക്ഷിണ കൊറിയയുടെ നിയമനിർമ്മാണ സഭ അമേരിക്കയുമായുള്ള കരാർ പാലിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ താരിഫ് വർധന പ്രഖ്യാപനത്തിന് നിയമപരമായ പ്രാബല്യം നൽകുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ ഇതുവരെ വൈറ്റ് ഹൌസ് പുറത്തിറക്കിയിട്ടില്ല. അമേരിക്കയിൽ നിന്ന് ഈ പുതിയ താരിഫുകളെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ദക്ഷിണ കൊറിയയുടെ പ്രസിഡൻഷ്യൽ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു. യുഎസും ദക്ഷിണ കൊറിയയും കഴിഞ്ഞ ജൂലൈയിൽ ഒരു വ്യാപാര കരാർ പ്രഖ്യാപിച്ചിരുന്നു. ദക്ഷിണ കൊറിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന 25% താരിഫ് 15% കുറയ്ക്കാൻ ട്രംപ് സമ്മതിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ദക്ഷിണ കൊറിയയിലെ ഗ്യാങ്ജുവിൽ നടന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോ ഓപ്പറേഷൻ ഫോറത്തിനിടെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങുമായി ട്രംപ് ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷം ദക്ഷിണ കൊറിയൻ ഓട്ടോമൊബൈൽ കയറ്റുമതിക്ക് 15% താരിഫ് നിരക്ക് തുടരുമെന്ന് ട്രംപ് അറിയിച്ചു. ഈ കരാറിന്റെ ഭാഗമായി സെമി കണ്ടക്ടറുകൾ, കപ്പൽ നിർമ്മാണം എന്നിവയുൾപ്പെടെ പ്രധാന യുഎസ് വ്യവസായങ്ങളിൽ $350 ബില്യൺ നിക്ഷേപം നടത്താൻ ദക്ഷിണ കൊറിയ സമ്മതിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച വ്യാപാര കരാർ അംഗീകരിക്കുന്നതിൽ ദക്ഷിണ കൊറിയ കാലതാമസം വരുത്തിയതിനെ തുടർന്നാണ് ട്രംപിന്റെ ഈ നടപടി. കരാർ അംഗീകരിക്കുന്നതിൽ ദക്ഷിണ കൊറിയയുടെ നിയമനിർമ്മാണ സഭ കാലതാമസം വരുത്തിയെന്നും എന്നാൽ അമേരിക്ക കരാറിന് അനുസൃതമായി താരിഫുകൾ കുറയ്ക്കാൻ വേഗത്തിൽ നടപടി സ്വീകരിച്ചെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ ആർക്കും കൈമാറരുതെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. സർക്കാർ സേവനങ്ങൾക്കായി ഔദ്യോഗിക സംവിധാനങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നും ഇടപാടുകൾ നടത്തുന്നതിനു മുമ്പ് വെബ്സൈറ്റുകളുടെ ആധികാരികത പരിശോധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വിവിധ സർക്കാർ വകുപ്പുകളുടെ വെബ്സൈറ്റുകൾ വ്യാജമായി നിർമ്മിച്ചുള്ള തട്ടിപ്പുകൾ വ്യാപകമാകുന്നതായാണ് കണ്ടെത്തൽ. ഇത്തരത്തിലുള്ള ഒരു വ്യാജ വെബ്സൈറ്റിലൂടെ 15 ദിനാറിന്റെ ട്രാഫിക് പിഴ അടയ്ക്കാൻ ശ്രമിച്ച കുവൈറ്റ് സ്വദേശിനിക്ക് നഷ്ടമായത് 290-ലേറെ ദിനാറാണ്. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റേതെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ വെബ്സൈറ്റ് വഴിയാണ് യുവതിയെ തട്ടിപ്പിനിരയാക്കിയത്. സർക്കാർ സേവനങ്ങൾക്കായി സഹേൽ ആപ്ലിക്കേഷനോ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പോർട്ടലുകളോ മാത്രം ഉപയോഗിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. സെർച്ച് എഞ്ചിനുകളിൽ കാണുന്ന എല്ലാ ലിങ്കുകളും ഔദ്യോഗികമാകണമെന്നില്ല. ബാങ്ക് വിവരങ്ങൾ നൽകുന്നതിനു മുമ്പ് വെബ്സൈറ്റ് അഡ്രസ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അപരിചിതമായ ലിങ്കുകളോടും സന്ദേശങ്ങളോടും പ്രതികരിക്കരുതെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തൊഴിൽ ചൂഷണത്തിനെതിരെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പരാതി നൽകാവുന്ന പുതിയ സംവിധാനവുമായി UAE. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് പുതിയ പരിഷ്കാരങ്ങൾ. UAE-യിൽ തൊഴിൽ ചൂഷണത്തിനെതിരെ പരാതി നൽകാൻ വിപുലമായ സംവിധാനവുമായി തൊഴിൽ മന്ത്രാലയം. മലയാളം ഉൾപ്പെടെ 17 ഭാഷകളിൽ തൊഴിലുടമയ്ക്കെതിരെ ജീവനക്കാർക്ക് പരാതി നൽകാനാകും. ഭാഷാപരമായ പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമാകും. ഭാഷാപരമായ ബുദ്ധിമുട്ടുകൾ കാരണം തൊഴിൽ ചൂഷണത്തിനെതിരെ പരാതിപ്പെടാൻ മടിച്ചിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് പുതിയ പരിഷ്കാരങ്ങൾ. തൊഴിലുടമയ്ക്കെതിരെ പരാതി നൽകിയാൽ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 17,000-ലധികം തൊഴിലാളികളാണ് രഹസ്യമായി തൊഴിൽ മന്ത്രാലയത്തെ സമീപിച്ചത്. രഹസ്യ പരാതി സംവിധാനം വഴി തൊഴിലാളിയുടെ ജോലിക്ക് തടസ്സമുണ്ടാകാതെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മന്ത്രാലയത്തിന് കഴിഞ്ഞു. തൊഴിൽ ചൂഷണം നേരിടുന്ന സാഹചര്യമുണ്ടായാൽ പരാതിയുമായി ധൈര്യപൂർവ്വം മുന്നോട്ടു വരണമെന്നും എല്ലാ വിവരങ്ങളും അതീവ രഹസ്യമായി സൂക്ഷിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.